അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണാം. പ്രാവൻകൂടി ഷാപ്പ്, വെൽക്കം ടു പ്രാവൻകൂടി ഷാപ്പ്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കള്ള് കുടിക്കാൻ മാത്രമല്ല, അവിടെ നല്ല ഉഗ്രൻ കറികളുണ്ട്, ഫുഡും ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശരിക്കുള്ള പ്രാവൻകൂടി ഷാപ്പല്ല, അങ്ങനെ ഒരു പ്രാവൻകൂടി ഷാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞ സിനിമ കാണാൻ വരണമെന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരും അടുത്ത ഷാപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഷാപ്പിൻ്റെ ഓണറാണ് ഇരിക്കുന്നത്. കൊമ്പൻ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടി ഇവിടെ വന്നിട്ട് അവസാനം എൻ്റെ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? മുട്ടി മുട്ടി നടക്കാൻ, തൊട്ടുരുമിയിരിക്കാൻ, 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടണം കിട്ടും, വരവീശി എറിഞ്ഞിട്ട് നോ റിപ്ലൈ, പെട്ട തല പോലും സഹിക്കാത്ത ലിപ്സ് വലിച്ചു കെട്ടി ഒലിപ്പിച്ച് നടന്നിട്ട് നോ റിപ്ലൈ. അവൻ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പരിപാടിയെല്ലാം ഗംഭീരമാകട്ടെ. പുതിയ പാട്ടൊക്കെ പഠിച്ചു വെക്കിട്ടാണ്. നല്ല പാട്ടുകളൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പാടിയ പാട്ടുകളായിരുന്നല്ലോ. കണ്ണാടി കൊണ്ട് മോശമാണെന്നല്ല പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഏതാണ് വൈബ്. ഒന്നും കൂടി ഏതാണ് വൈബ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ മൈക്ക് ആർക്കാ കൈമാറുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൈമാറാം. റെഡി? അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടികൾ അവിടെ കാണാം. താങ്ക് യു സർ. നമുക്ക് ഇനി ശിവജിത്ത് സാറിനെ പരിചയപ്പെടാനേ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ കൽക്കി മലയാളം? അതിലൊരു വില്ലൻ കഥാപാത്രം ചെയ്ത സാറാണ്. അപ്പോൾ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഗേൾസ് പവറാണ് ഞാനിവിടെ കണ്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ കോളേജുകളിൽ കഴിഞ്ഞ പടങ്ങളുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കോളേജുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം വരുന്നതിന് മുന്നേ എന്താണ് ഈ കോളേജ്, അപ്പോൾ കോളേജിനെ കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ചെറിയൊരു ശ്രമം നടത്തിയപ്പോൾ സിനിമയുമായിട്ട് കുറച്ചും കൂടി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കോളേജാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്ന് ഞാൻ അറിഞ്ഞു. കാരണം ഇവിടെ ഫിലിം ക്ലബ് ഉണ്ടെന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടു, ആലുവയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടു. അങ്ങനെ കലകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകി അത് നല്ല ഒരു പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോളേജും നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് കൂടുതലും ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകാതെ സിനിമ കാണാൻ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴും കൂടുതലും സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ എങ്ങനെ നല്ലൊരു പ്രേക്ഷകരാവാം, എങ്ങനെ അങ്ങനെയുള്ള ഒരു കലാരൂപത്തിലോട്ട് നിങ്ങൾക്ക് കഴിവുകളുണ്ടെങ്കിൽ എത്തിക്കാമെന്നത് കോളേജും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെയുള്ളൊരു കോളേജിൽ വന്നിട്ട് നിങ്ങളെടുത്ത് ഞങ്ങൾ ഇപ്പോൾ റിലീസായിട്ടുള്ള പ്രാവൻകൂടി ഷാപ്പിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്ന് നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം തീർച്ചയായിട്ടും. നല്ല രസമുള്ള കുറച്ച് കഥകളും കാര്യങ്ങളും കുറച്ച് ഫൈറ്റും പ്രണയവും എല്ലാം ഒത്തിണങ്ങിയ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പ്രാവൻകൂടി ഷാപ്പ്. വീണ്ടും എനിക്ക് ഇങ്ങനെയുള്ള മുന്നോട്ടുള്ള സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ അല്ലാതായിട്ടൊക്കെ ഇവിടെ വരാൻ സാധിക്കട്ടെ, കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം എടുത്ത് പറയുന്നത് ഇവര് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്. എന്തായാലും ഇതൊരു ചെറിയൊരു കലോത്സവ വേദിയാണല്ലോ അല്ലേ? 98, 99 അല്ലേ? അല്ല, വർഷം കൃത്യമായിട്ട് സൂചിച്ചിട്ട് തന്നെ പറയും. അതിൽ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ കലാപ്രതിഭ അടിച്ചാലാണ് അടുപ്പിച്ച് 2 പ്രാവശ്യം. ഏതാ വർഷം എനിക്ക് ഓർമ്മയില്ല. 98, 99 ആണ്. അതെ, അത്രേ ഉള്ളൂ.